ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധിയാണ്. കാരണം വിവാഹ വാഗ്ദാനം നൽകി ഒരു വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി ഒരിക്കലും നിലനിൽക്കില്ല. അതിന് കേരള പോലീസ് അല്ല, എല്ലാ പോലീസും കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണത്തോടു കൂടി മാത്രമേ കേസെടുക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കേസുകൾ നിലനിൽക്കില്ല. കാരണം ഇതുപോലെയുള്ള കുറേ കേസുകൾ സുപ്രീം കോടതിയിലാണെങ്കിലും ഹൈക്കോടതികളിലാണെങ്കിലും വന്ന് നിറയുന്നുണ്ട്. ഇതുപോലുള്ള വ്യാജ പീഡന കേസുകൾ. ഒരു വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു വിവാഹം കഴിക്കാൻ വേറൊരു വിവാഹം കഴിക്കാൻ ഇന്ത്യൻ നിയമം അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ പുരുഷനും. അതുകൊണ്ട് തന്നെ പിന്നെ എങ്ങനെ അവർ വിവാഹ വാഗ്ദാനം നൽകിയാൽ പിന്നെ പോയിട്ട് എന്തെങ്കിലും ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ട് അവർ നല്ലൊരു നിലയിൽ എത്തുമ്പോഴത്തേക്കും വന്നിട്ട് അവരെന്നെ 10 വർഷങ്ങൾക്ക് മുമ്പിൽ 3 മാസം പീഡിപ്പിച്ചിരുന്നു എന്ന് പറയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവരുടെ മെയിൻ വാർത്ത എന്ന് പറയുന്നത് ഈ പീഡനമാണ്. ആരെങ്കിലും ഒരു മെയിൻ രാഷ്ട്രീയ നേതാവ് വന്ന് ആരെങ്കിലും ഒന്ന് പീഡിപ്പിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇറങ്ങി വരുന്ന എഡിറ്റർമാരാണ് നമ്മുടെ ഈ കേരളത്തിലെ മാധ്യമങ്ങളിലുള്ളത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുകളിൽ പകുതി മുക്കാൽ ഭാഗവും കേസുകളും ഇതോടുകൂടി തന്നെ ക്വാഷ് ചെയ്ത് കളയപ്പെടാനുള്ള സാധ്യതകൾ ഏറുകയാണ്. പക്ഷെ ഇന്നലെ അരുൺകുമാർ വന്നിട്ട് ഒരു അവന്റെ മാധ്യമത്തിൽ നിന്ന് പറയാണ്, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന പുള്ളിയുടെ കേസിൽ ഇത് ബാധകമല്ല. കാരണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളൊരു വകുപ്പ് ഇതിലില്ല. പക്ഷെ അവര് സ്ത്രീകളൊക്കെ വിവാഹിതരായിരുന്നു എന്നുള്ളത് വേറെ കാര്യം. രണ്ടാമത്തെ സ്ത്രീയാണ് വിവാഹിതയാണോ വിവാഹിതയല്ലയോ, അതൊരു ആണാണോ അതൊരു പെണ്ണാണോ അത് ആരാണോ എന്ന് ഒരു പോലീസുകാർക്ക് പോലും അറിഞ്ഞുകൂടാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ പല മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും കേസ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ വരുന്നതാണ്. പിന്നെ ഭ്രൂണം സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ യുവതികൾ വന്നിട്ടുണ്ട്. അവര് ഭ്രൂണം എങ്ങനെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഒരു ആസിഡിലിട്ടാണോ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരത് സേഫ് ആയിട്ട് കേടാവാത്ത രീതിയിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ എന്നുള്ള കാര്യവും അറിഞ്ഞൂടാ. അപ്പം അതൊക്കെ ഇനി കൊണ്ടുവരേണ്ടിയിരിക്കുന്നത്. അതൊക്കെ ആദ്യമേ റിപ്പോർട്ടർ ചാനലിലാണ് ഈ വാർത്തകളൊക്കെ വരുന്നത്. റിപ്പോർട്ടർ ചാനലാണ് ഈ ഭ്രൂണം കൊണ്ടുവന്നത്. ഇവിടെ റിപ്പോർട്ടർ ചാനലാണ് കോടതിയിൽ ഇനി ഭ്രൂണം ഹാജരാക്കേണ്ട ഉത്തരവാദിത്തം. കാരണം എവിടെ നിന്നാണ് അവർക്ക് ആ വാർത്ത കിട്ടിയത്? അവരത് പറയണം. പരാതിയിലൊന്നും അതില്ല. പരാതി ഇല്ലാത്ത കാര്യം റിപ്പോർട്ടർ ചാനലിൽ മാത്രം എങ്ങനെ കിട്ടി? റിപ്പോർട്ടർ ചാനൽ എന്തുകൊണ്ട് ആ വാർത്ത കൊടുത്തു? എന്ത് അടിസ്ഥാനത്തിൽ ആ വാർത്ത കൊടുത്തു? റിപ്പോർട്ടർ ചാനലിൽ പറയും ഞങ്ങൾ ആ വാർത്ത കൊടുത്തിട്ടില്ല, റിപ്പോർട്ടർ ഇത് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ റിപ്പോർട്ടറിന് വാദിക്കാം. പക്ഷെ റിപ്പോർട്ടർ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഭ്രൂണം സൂക്ഷിച്ച് വെച്ചെന്നുള്ള വാർത്ത ആദ്യം വെളിവിട്ടത് റിപ്പോർട്ടറാണ്. പിന്നെയാണ് അതിന്റെ വാല്യം പിടിച്ചുകൊണ്ട് വേറെ മാധ്യമങ്ങൾ യുവതി ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യുവതി എവിടെ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചു? യുവതി സയന്റിസ്റ്റ് ഭ്രൂണം മറ്റേ ആസിഡിനകത്തിട്ട് സൂക്ഷിച്ചു വെക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് കുറയാനുള്ള ഏറ്റവും വലിയ ഒരു വിധിയാണ് ഈ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയെ പ്രാതിക്കൊണ്ടാണ് പല ചാനലുകളുടെ എഡിറ്റർമാരും ഇപ്പം വിധി വിവാഹ വാഗ്ദാനം നൽകിയത് വിവാഹിത സ്ത്രീ പീഡനത്തിന് ഇരയായിക്കൂടെ? വിവാഹ വാഗ്ദാനം അല്ലെങ്കിൽ ഇനി തൊട്ട് പീഡനങ്ങൾ വരുന്നത് വിവാഹ വാഗ്ദാനം നൽകിയെന്നല്ല, എന്നെ അവിടെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന് മാത്രമേ ഇനി പരാതികൾ വരുള്ളൂ. കാരണം അങ്ങനെയുള്ള ആ രീതിയിലായിരിക്കും ഇനി പോലീസ് കേസെടുക്കുന്നത്. അല്ലാതെ ഇനി കേസൊന്നും ഉണ്ടാവാതെ ഇരിക്കില്ല. ഇനി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീയും എന്ന് പറയൂല, പകരം എന്നെ പീഡിപ്പിച്ചു എന്നേ പറയുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം, ഈ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നായി? കുറച്ച് ഓവറായി എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതൊക്കെ ഈ മാധ്യമ ഗിജറകൾക്ക് വലിയൊരു അടിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ. നന്ദി, നമസ്കാരം.